ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡേ 2 ഓഫ് അസർബൈജാൻ സീരീസ്. അപ്പോൾ നമ്മൾ രാവിലെ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മുടെ ഹോട്ടലിൽ തന്നെ മേലത്തെ ഫ്ലോറിൽ ബ്രേക്ക്ഫാസ്റ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ചെക്കൗട്ടാണെന്ന് നേരെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ലൈറ്റായിട്ടുള്ളത് ബ്രെഡ്, ചീസ്, ജാം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. പിന്നെ ഇവിടുത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റിൽ കണ്ട ഒരു സാധനമാണ് മുട്ട കൊണ്ടുള്ള പല സാധനങ്ങൾ. അതിൽ മെയിൻ വരുന്ന ഒരു സാധനമാണ് മുട്ട പ്ലസ് ടൊമാറ്റോ ആയിട്ട് മിക്സ് ചെയ്തിട്ടൊരു സാധനം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കൊന്ന് ടൊമാറ്റോ വിലക്കുറവാണെന്ന് തോന്നുന്നു ഇവിടെ. കാരണം എവിടെ ചെന്നാലും ഈ ഒരു സാധനം ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഇന്നലെ നൈറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ബിൽഡിങ്സിൻ്റെ പകലുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇന്നത്തെ നമ്മുടെ പ്ലാനിൽ നമ്മൾ മഡ് വോൾക്കാനോ ഉണ്ട്, പിന്നെ നേരെ പോകുന്നത് ഗബാലയിലേക്കാണ്. അപ്പോൾ നമ്മളിത് പെട്രോളൊക്കെ അടിച്ചിട്ട് പോകാൻ വേണ്ടി നിന്നതാണ്. പെട്രോൾ ആക്ച്വലി കമ്പയർഡ് ടു UAE കുറച്ച് വിലക്കുറവാണ് ഇവിടെ. പെട്രോൾ എന്നല്ല, ബാക്കി എല്ലാ സാധനങ്ങൾക്കും എനിക്കൊന്ന് കുറച്ചും കൂടെ ചീപ്പാണെന്ന് തോന്നുന്നു UAE കമ്പയർ ചെയ്യുമ്പോൾ. ബാക്കു ടു ഗബാല പോകാൻ ആക്ച്വലി 2 റൂട്ട്സ് ആണ് വരുന്നത്. ഒന്ന് ഡയറക്റ്റ് ബാക്കു ഗബാല വരുന്നത്, 2 ഗുബുസ്ഥാൻ ടച്ച് ചെയ്തിട്ട് പോകുന്നത്. നമ്മുടെ ഇന്നത്തെ പ്ലാനിനകത്ത് മഡ് വോൾക്കാനോ വിസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഗുബുസ്ഥാൻ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം മഡ് വോൾക്കാനോസ് ഉള്ളത് ഗുബുസ്ഥാനിലാണ്. മഡ് വോൾക്കാനോ പോകാൻ പ്ലാനുള്ളവർ ഗൂഗിൾ മാപ്പിന് പകരം വേസ് ഓഫ്ലൈൻ മാപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും പിന്നെയും ഭേദം. കാരണം കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യണമെന്നില്ല. കാര്യം 2 കാണിക്കുന്നത് ലൊക്കേഷൻ തെറ്റാണെന്നുണ്ടെങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്നോണം വേസ് ആപ്പാണ് പിന്നെയും നല്ലത്. ഈ ലൊക്കേഷൻ ഇട്ട് അങ്ങ് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കുറച്ചധികം പോയി കഴിയുമ്പോൾ ഗുബുസ്ഥാൻ മ്യൂസിയം കാണാം. ആ മ്യൂസിയം കഴിഞ്ഞ് കുറച്ച് കൂടെ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട്. അതിലേ വെച്ച് പിടിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ചെന്നെത്തും. ചുമ്മാ പറഞ്ഞാട്ടോ, അതിലേ പോയാലും വോൾക്കാനോ എത്തൂട്ടോ. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പോണ വഴിക്ക് ഇഷ്ടംപോലെ അവിടുത്തെ ലോക്കൽസ് ഈ ലാട വണ്ടി ഇട്ടിട്ട് നമ്മളെ കൈ കാണിച്ച് നിർത്തിയിട്ട് നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ട് അവരുടെ വണ്ടിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നമ്മളെ നല്ല ബാർഗെയിനിങ് വരും. ഈവൻ നമുക്കും ഇതെവിടെയാണ് പ്രോപ്പർ എന്ന് അധികം മനസ്സിലാകാതെ വന്നപ്പോൾ നമ്മൾ ആ മ്യൂസിയത്തിൽ ഇട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസിനോട് ചോദിച്ചിരുന്നു. ആളും സജസ്റ്റ് ചെയ്തത് നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ട് അവിടുത്തെ ലോക്കൽസിൻ്റെ കൂടെ പോകുന്ന കാര്യമാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് പ്രോപ്പറായിട്ട് വോൾക്കാനോയിലെ ലൊക്കേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാവുന്നേ ഉള്ളൂ. ഇവർ പറയുന്നത് ഓഫ് റോഡിങ് വരുന്നുണ്ട്, അങ്ങനെ നിങ്ങളുടെ വണ്ടി പോകണ്ടാവില്ല, നിങ്ങൾക്ക് അറിയണ്ടാവില്ല, നമ്മളാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മുടെ അടുത്ത് സംസാരിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾക്ക് റൂട്ട് അറിയാതെ നേരെ ആ റോഡ് വെച്ച് പിടിച്ചപ്പോൾ അതിൻ്റെ അറ്റത്തുള്ള സോളാർ പ്ലാന്റിൻ്റെ അവിടെ ചെന്ന് നിന്ന് സെക്യൂരിറ്റിനോട് ചോദിക്കുന്നതാണ് ഈ കാണുന്ന ലൊക്കേഷൻ. അപ്പോൾ ആളാണ് പറഞ്ഞത് കുറച്ചും കൂടെ ബാക്കിലേക്ക് നമ്മൾ പോകണമായിരുന്നു. അപ്പോഴാണ് മൗണ്ടെയിൻ കയറുമ്പോഴാണ്, ചെറിയൊരു ഹിൽ കയറുമ്പോഴാണ് അവിടെ ഈ വോൾക്കാനോ വരുന്നത്. നമ്മളിത് തിരിച്ച് പോവുകയാണ്. എന്നിട്ട് ഈ വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ സൈഡിൽ കാണാൻ പറ്റും വണ്ടികൾ പോയതിൻ്റെ പാടുകളും വഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേ വഴി പിടിച്ച് അങ്ങ് പോയാൽ മതി. അവിടുത്തെ ലോക്കൽസിൻ്റെ ചെറിയൊരു വരുമാന മാർഗ്ഗമാണെന്ന് തോന്നുന്നു ഈ ടൂറിസ്റ്റിനെയും കൊണ്ട് മഡ് വോൾക്കാനോയിലേക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏണിങ്സ്. നമ്മുടെ അടുത്ത് ആ പോലീസ് പറഞ്ഞിട്ട് ഒരാൾ വന്ന് സംസാരിച്ചപ്പോൾ ആൾ നമ്മുടെ അടുത്ത് 40 മന്നത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ വേണ്ട പോയിക്കോളാന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പിന്നാലെ ഫോളോ ചെയ്തിട്ട് വേറൊരു ലോക്കൽ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചധികം ദൂരം. ആൾ വന്നിട്ട് വണ്ടി നിർത്തി കുറേ നേരം ബാർഗെയിൻ ചെയ്തു. നമ്മൾ അവസാനം ആളുടെ വണ്ടിയിൽ പോണില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയിൽ പുള്ളിക്കാരൻ വരാം, എന്നിട്ട് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായി പിന്നെ ബാർഗെയിൻ. സോ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളവിടെ മഡ് വോൾക്കാനോ ഏരിയയിൽ ചെന്നപ്പോൾ ആക്ച്വലി നമ്മുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോക്കലിൻ്റെ സപ്പോർട്ടില്ലാതെ വന്നത്. ബാക്കി എല്ലാവരും ലാടയിൽ അവരുടെ വണ്ടിയിലാണ് വന്നത്. ഈവൻ നമ്മൾ തിരിച്ചു പോകുമ്പോൾ പോലും റോഡിൻ്റെ സൈഡിൽ ഈ ടൂറിസ്റ്റൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് ഈ മ്യൂസിയത്തിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ലോക്കൽസിൻ്റെ വണ്ടിയിലാണ് തിരിച്ച് മഡ് വോൾക്കാനോയിലേക്ക് പോയിരുന്നതും തിരിച്ചു വന്നിരുന്നതും ഒക്കെ അങ്ങനെയാണ് കണ്ടത്. ടു ബി ഫ്രാങ്ക്, ഇത്രയും റിസ്ക് എടുത്ത് അവിടെ വരെ പോയി മഡ് വോൾക്കാനോ കാണാനും വേണ്ടി ഉള്ളതുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അസർബൈജാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യാനുള്ള പ്ലേസിൽ നമ്പർ 1 പ്ലേസ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരുന്നത് മഡ് വോൾക്കാനോ ആണ് അൽത്താഫ്. സോ എന്നേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരുന്നത് പുള്ളിക്കാരനാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പോകണമെന്ന് നിർബന്ധമായിരുന്നു അവിടെ. ശരിക്കും നമ്മുടെ ഭൂമിയിലുള്ള മൊത്തം വോൾക്കാനോ മഡ് വോൾക്കാനോസിൻ്റെയും 50% അസർബൈജാനിലാണെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ഈ പറയുന്ന മഡ് വോൾക്കാനോസിലെ മഡ്സിന് നമ്മുടെ ബോഡിക്ക് അതിനകത്തുള്ള മിനറൽ കണ്ടൻസ് നമ്മുടെ ബോഡിക്ക് നല്ലതാണെന്നും അവിടെ ഉള്ളവർ പറയപ്പെടുന്നുണ്ട്. അതിനകത്ത് കുറേ കണ്ടൻസ് ഉണ്ട്. സോ അത് ബോഡിക്ക് നല്ലതാണ് മഡ് ബാത്ത് ചെയ്യുകയാണെങ്കിലെന്നൊക്കെ. അങ്ങനെ ഫൈനലി നമ്മളവിടെ ഓൾമോസ്റ്റ് എത്തി. ഇതേ ദൂരെ കാണുന്നതാണ് ആൾക്കാരൊക്കെ നിൽക്കുന്നത്. അവിടെ എത്താറാകുമ്പോൾ ചെറിയൊരു കുലുക്കവും ഒക്കെ വരുന്നുണ്ട് റോഡിന്. അതുവരേക്കും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത സ്മൂത്തായിട്ട് തന്നെ ഇപ്പോൾ, സ്മൂത്ത് എന്നല്ല ചെറിയ രീതിക്കൊരു ഓഫ് റോഡ് തന്നെ, പക്ഷെ എന്നാലും അങ്ങനെ വലിയ കുലുക്കവും ഒന്നും ഇല്ല. അവിടെ എത്താറാകുമ്പോൾ ഈ കാണാവുന്ന റോഡിൽ ചെറിയൊരു ജേർക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ അവിടെ ചെന്നപ്പോൾ ഞാൻ നേരത്തെ ഇതാണ് പറഞ്ഞത്, നമ്മുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ
ലോക്കലിൻ്റെ സപ്പോർട്ടില്ലാതെ വന്നതെന്നുള്ളത്. ബാക്കി എല്ലാവരും ലോക്കൽസ് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നവരെ. അതെനിക്ക് തോന്നുന്നു അമ്മാതിരി ബാർഗെയിനിങ് ആണ് വഴിയിലുണ്ടാവുന്നത്. സോ അത് വിശ്വസിച്ച് പോകുന്നവരായിരിക്കണം, കയറിയവരായിരിക്കണം. നമ്മൾ അതനുസരിച്ച് റിസർച്ച് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ വിഷയം ഉണ്ടാവില്ല. പക്ഷെ അൽത്താഫ് കുറേ വീഡിയോസൊക്കെ കണ്ട് അവിടെ ഓരോന്നും റെഫറൻസൊക്കെ എടുത്ത് അങ്ങനെ വന്നതുകൊണ്ടായിരിക്കണം നമ്മൾ ഇങ്ങനെ പോന്നപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് മനസ്സിലായത്. ഭയങ്കര ഡ്രൈ ഏരിയ ആയിട്ട് തോന്നി കേട്ടോ. നമ്മൾ സമ്മറിൽ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചൊക്കെ ഉണങ്ങിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ ഈ മഡ് വോൾക്കാനോസിൽ തന്നെ 2 മഡ് വോൾക്കാനോസ് വരുന്നുണ്ട്. ഒന്ന് ബിഗും വരുന്നുണ്ട്, ഒന്ന് സ്മോളും വരുന്നുണ്ട്. ബിഗിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന പാകത്തിനുള്ളതാണ്. സ്മോളെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പൊട്ട് പോലെ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ബിഗിൻ്റെ ഏരിയയിലാണ്. സ്മോളിൻ്റെ ഏരിയ കുറച്ച് അങ്ങ് ദൂരെ പോകുമ്പോൾ അവിടെ എവിടെയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ പക്ഷെ അങ്ങോട്ടേക്ക് പോയില്ല. മഡ് വോൾക്കാനിൽ ഇറങ്ങാനുള്ള ഒരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ പക്ഷെ നമ്മൾ വന്നപ്പോൾ ആരും ഇറങ്ങി കുളിക്കുന്നൊന്നും കണ്ടില്ല. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്ത് ജസ്റ്റ് ഫോട്ടോ എടുത്ത് തൊട്ട് നോക്കി അങ്ങനെയൊക്കെ പോകുന്നതാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഉണങ്ങിയൊക്കെ കിടക്കുന്ന കണ്ടിട്ടായിരിക്കണം. പിന്നെ ഇവിടെ ഇറങ്ങിയാൽ തന്നെയും ഫ്രഷ് ആവാനുള്ള സൗകര്യമില്ല. തൊട്ടടുത്തൊരു പുഴയുണ്ട്, അത് കണ്ടിട്ടാണ് അൽത്താഫ് അതിനകത്ത് ഇറങ്ങിയത്. പക്ഷേ അത് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പറ്റിയൊരു അബദ്ധം നമുക്ക് മനസ്സിലായത്. നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസിലൊക്കെ മഡ് ബാത്ത് ചെയ്തിട്ട് ആ വെള്ളത്തിൽ പോയി കുളിച്ച് ഫ്രഷായി പോകുന്ന കണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമുക്കെന്താ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ മഡ് ബാത്ത് എല്ലാം ചെയ്ത് അവിടെ വെള്ളത്തിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് വെള്ളം ചെളിവെള്ളമാണെന്ന്. ഇതറിയാതെ കുഞ്ഞിനെ നമ്മൾ ജസ്റ്റ് മഡിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവന് പക്ഷേ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ചെളിയെല്ലാം കണ്ടപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ആകെ ഓട്ടപ്പാച്ചിലായിരുന്നു. ചെളിവെള്ളത്തിൽ പോയി എങ്ങനെയൊക്കെയോ ആ ചെളിവെള്ളം കൊണ്ട് തന്നെയാണ് മഡ് കഴുകി കളഞ്ഞതും. പിന്നെ ബാക്കി വണ്ടിയിലുണ്ടായിരുന്ന ഭാഗ്യത്തിന് വണ്ടിയിൽ കുറേ കുപ്പിയും വെള്ളവും മേടിച്ച് വെച്ചിരുന്നതുകൊണ്ട് അതുകൊണ്ട് ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്ത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി. ഈ ബബിൾസ് വന്നിങ്ങനെ പൊട്ടുന്ന കണ്ടിട്ട് താഴേക്ക് എങ്ങാനും മുങ്ങിപ്പോവോ ഇറങ്ങിപ്പോവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അൽത്താഫ് ആദ്യം ഇറങ്ങി അതെല്ലാം സേഫാണെന്ന് കണ്ടിട്ടാണ് കുഞ്ഞിനെ ഇറക്കിയത്. എല്ലാവരും ശ്രദ്ധിക്കും. ആൻഡ് ഇത് നമ്മൾ റിസർച്ച് ചെയ്തിട്ടാണ് അതിനകത്ത് ഇറങ്ങിയത്. ഇറങ്ങുമ്പോൾ താഴെ നിന്നുള്ള പ്രഷർ കാരണം ബബിൾസ് ഇങ്ങനെ വരുന്നതാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ താഴേക്ക് പോവില്ല എന്നാണ് ഇറങ്ങി അൽത്താഫിൻ്റെ വാദം. ഞാനിതിലിറങ്ങിയില്ല എന്നുണ്ടെങ്കിലും ഞാൻ തൊട്ട് നോക്കുമ്പോൾ മഡിന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഓവറോൾ ഇതൊരു പൊളി എക്സ്പീരിയൻസ് എന്നാണ് അൽത്താഫിൻ്റെ ഒരു വാദം. അങ്ങനെ ലൈഫിൽ മറക്കാനാവാത്ത ഒരു 1 more എക്സ്പീരിയൻസും ആയിട്ട് അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് ബാക്കി ചെളിയൊക്കെ മിച്ചം വെച്ച് നേരെ നമ്മൾ പോവുകയാണ്. വഴിയിൽ കണ്ട ആ മ്യൂസിയത്തിൽ പോയി വാഷ്റൂമിൽ പോയി ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ പറയുന്ന ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ ചെളിവെള്ളമായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ദേ ഇറങ്ങി. പക്ഷേ മ്യൂസിയത്തിൻ്റെ അവിടെ ചെന്ന് വാഷ്റൂമിൽ കയറാമെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ പക്ഷേ മ്യൂസിയത്തിൽ നമുക്ക് കയറാൻ പറ്റിയില്ല. അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് കയറണമെന്നായിരുന്നു. അങ്ങനെ നമ്മൾ കയറിയില്ല, കാരണം നമുക്കിപ്പോൾ ഗബാല എത്താനുള്ളതാണിനി. സോ വന്ന വഴിക്ക് വേറൊരു വാഷ്റൂമിൽ കയറി എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റായിട്ട് അടുത്ത ഗബാലയ്ക്ക് പോവാണ്. നമ്മൾ പോകുന്ന റോഡിനെ പാരലലി തന്നെ ഒരു റെയിൽവേ ട്രാക്കും പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ചാറ്റൽ മഴ നമുക്ക് കിട്ടിയിരുന്നു. ചിലപ്പോൾ വേനൽ മഴ ആയിരിക്കാം എന്ന് ഞാനങ്ങ് അനുമാനിച്ചു, കാരണം സമ്മർ സീസൺ ആണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ പോണ വഴിക്ക് ഇടയ്ക്കൊരു സൂപ്പർ മാർക്കറ്റിൽ നിർത്തി കുറച്ച് സ്നാക്സും വെള്ളവും ഒക്കെ വാങ്ങിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് വീണ്ടും നമ്മൾ യാത്ര തിരിഞ്ഞു. ഇനി ഒരു 3.5 hours ജേണി ഉണ്ട് നമ്മുടെ അടുത്ത നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക്. പോണ വഴിക്ക് ഒരു ഗുഡ്സ് ട്രെയിൻ കണ്ടു, റെയിൽവേ ക്രോസ് കണ്ടു. ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണെങ്കിലും അസർബൈജാനിലെ ഗുഡ്സ് ട്രെയിനിൻ്റെ കാര്യമല്ല, അല്ലാത്ത ട്രെയിനും കാര്യങ്ങളും കാണുന്നതാണെങ്കിലും കുഞ്ഞാദ്യമായിട്ടാണ് ഈ ട്രെയിനൊക്കെ കാണുന്നത്. സോ അവൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നിയ വേറൊരു കാര്യമാണ് ഈ റോഡ് നല്ല സ്മൂത്താണ്. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 3.5 hours ജേണി ഉണ്ട്. സോ ഇത്രയും നല്ല സ്മൂത്ത് റോഡിൽ നമ്മൾ UAE ഡ്രൈവ് ചെയ്യുന്നവർക്ക് കുറച്ച് ഒന്ന് സ്പീഡിൽ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. പക്ഷേ റോഡ് സ്പീഡ്സ് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. നമ്മൾ ഇപ്പോൾ 110 ആണ് സ്പീഡ് എന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ തെക്കാനേക്ക് മുമ്പ് തന്നെ അടുത്ത 90 എന്ന് കാണിക്കും, ചിലപ്പോൾ അത് 60 എന്ന് കാണിക്കും. ആൻഡ് ഇത് കാണിക്കുന്നത് മാത്രമല്ല, തൊട്ടടുത്തടുത്തായിട്ട് പോലീസ് ഉണ്ടാവും നല്ലവണ്ണം, ആൻഡ് ക്യാമറാസ് ഉണ്ട് നല്ലോണം. നമ്മൾ ഈ റെൻ്റ് കാർ എടുത്തപ്പോൾ അവിടെ നിന്ന് അവർ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പോലീസ് ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ്ങിലുണ്ടാവും ടൗണിൽ.
ആൻഡ് നമ്മൾ റെൻ്റക്കാർ ഫോറിനേഴ്സ് ആണെന്ന് തോന്നുമ്പോൾ ലൈക്ക് ടൂറിസ്റ്റ് ആണെന്ന് തോന്നുമ്പോൾ അവർ ചിലപ്പോൾ ഒന്ന് നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ നമുക്ക് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. പറയുന്ന കേസിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പായിരുന്നു വെയ്സ് ആപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൂഗിളിന് ആപ്പിന് പകരം വെയ്സ് ആപ്പ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം അതിനകത്താണെങ്കിൽ എവിടെയൊക്കെ പോലീസ് നിൽക്കുന്നുണ്ട്, എവിടെയൊക്കെ ക്യാമറാസ് വരുന്നുണ്ടെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. സോ അതനുസരിച്ച് നമുക്ക് സ്പീഡ് വേരി ചെയ്ത് പോവാം. അങ്ങനെ ഗബാലയിലുള്ള അടുത്തൊരു ലൊക്കേഷനിലാണ് നമ്മളുള്ളത്. നമ്മുടെ വിസിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന നെക്സ്റ്റ് സ്പോട്ടാണ് ഈ കാണുന്ന വൈനറി, സാവലൻ വൈനറി. ഇത് ഗബാലയിലെന്നല്ല, അസർബൈജാനിലെ പ്രീമിയം ക്വാളിറ്റി വൈൻസ് സപ്ലൈ ചെയ്യുന്ന മാനുഫാക്ചറിങ് ഫാക്ടറിയാണ് ഈ കാണുന്നത്. പെർ പേഴ്സൺ 30 മന്നത്താണ് വന്നിട്ടുണ്ടായിരുന്ന ചാർജ്. ആൻഡ് പോകുന്ന പുള്ളിയാണ് നമ്മുടെ ഇന്നത്തെ ഗൈഡ്. ആള് നമുക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും, എങ്ങനെയാണ് വൈൻ ഉണ്ടാക്കുന്നത്, അവരുടെ ഫാക്ടറി എല്ലാം കാണിച്ചു തരും. ആൻഡ് അതുകൂടാതെ നമുക്ക് 3 ടൈപ്സ് ഓഫ് വൈൻസ് ടേസ്റ്റ് ചെയ്യാൻ തരും. ഇനി അതും കഴിഞ്ഞിട്ട് നമുക്ക് വൈൻ അവിടെ നിന്ന് വാങ്ങിക്കണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. പോകുന്ന വഴിയിൽ ഇവിടുത്തെ കാര്യങ്ങൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് ആ പുള്ളിക്കാരൻ. ആൻഡ് ഈ വെച്ചിട്ടുള്ളത് ഫുള്ള് വൈൻ ബോട്ടിൽസ് ആണ് കേട്ടോ. നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് സീസൺ ടൈമിലല്ല. ഇവർ ആക്ച്വലി ഓഗസ്റ്റ് ടു ഒക്ടോബർ ആണ് സീസൺ ടൈം ആകുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേപ്സ് ഒന്നും അങ്ങനെ ഫുള്ളി വന്നിട്ടില്ല. ഇതെല്ലാം ഗ്രേപ്സിൻ്റെ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. പക്ഷെ ഇതിലൊന്നും ഗ്രേപ്സ് ആയിട്ടില്ല, ചെറിയ പൊട്ട് പോലെ ആയി വരുന്നതേ ഉള്ളൂ. പുള്ളി പറഞ്ഞ പ്രകാരം ഇവരുടെ വൈനറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേപ്സ് എല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്നത് സാവലൻ വാലി എന്ന് പറയുന്ന ഈ കാണുന്ന മലയ്ക്ക് മുകളിലുള്ള 300 ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ വരുന്ന വാലിയിൽ റീജിയനിലാണ് ഇവർ ഗ്രേപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ആൻഡ് അവിടെ തന്നെ 22 വെറൈറ്റീസ് ഓഫ് ഗ്രേപ്സ് ഇവർ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഓഗസ്റ്റ് ടു ഒക്ടോബർ സീസണിൽ ഇവർ അറൌണ്ട് 300 to 400 സ്റ്റാഫ്സിനെ വെച്ച് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുന്ന ഗ്രേപ്സ് ആണ് ഇവിടെ വൈനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതൊക്കെ എക്സ്പ്ലനേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഫാക്ടറിക്ക് അകത്തേക്ക് കയറുകയാണ്. കയറി കഴിഞ്ഞപ്പോൾ കുറേ വലിയ ടാങ്ക്സ്, കുറേ മെഷീൻസൊക്കെ, അതായത് ഈ ഹാൻഡ് പിക്ക് ചെയ്ത വൈൻസ് ഇവിടെ കൊണ്ടുവന്ന് അവർ ഫെർമെൻറ്റ് ചെയ്ത് മെച്യൂർ ചെയ്ത് ക്വാളിറ്റി ചെക്ക് ചെയ്ത് അങ്ങനെ ആണ് പുറത്തിറക്കുന്നത്. ആൻഡ് ഈ പറയുന്ന ഫെർമെൻറ്റേഷനൊക്കെ ചിലത് 3 months, ചിലത് 4 months, ചിലത് 6 months അങ്ങനെ വേരി ചെയ്യും. ആൻഡ് ഈ പറയുന്ന ടാങ്ക്സിൽ തന്നെ പല വെറൈറ്റീസ് വരുന്നുണ്ട്. അതായത് സിംഗിൾ ഗ്രേപ്പ് എന്ന് മാത്രം എടുക്കുന്നത്, പിന്നെ മിക്സ്ഡ് ഗ്രേപ്സ് വെച്ചിട്ടുള്ള വൈന്, അങ്ങനെ എന്തൊക്കെയോ കുറേ വെറൈറ്റീസ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എൻ്റെ ഒരു അറിവിൽ ആകെ കൂടെ എനിക്കറിയാവുന്ന ഒരു വൈന് റെഡ് സ്വീറ്റ് വൈനാണ്. അതല്ലാതെ ഇത്രയും വൈൻ വെറൈറ്റീസ് ഉണ്ടെന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ആൻഡ് അതും ഇവർക്ക് തന്നെ ഇവരുടെ സിഗ്നേച്ചർ 22 വൈൻസ് വരുന്നുണ്ട്. ഇതാണ് ഇവരുടെ വൈൻ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. മുകളിൽ കണ്ട ഫെർമെൻറ്റേഷൻ ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെയാണ് സ്റ്റോറിങ് വരുന്നത്. ഈ കാണുന്ന കളർ കുപ്പികളിൽ അടുക്കി വെച്ചിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 22 സിഗ്നേച്ചർ വൈൻസ് ഇവരുടേത്. ആൻഡ് ഇതിൽ തന്നെ എന്തൊക്കെയോ വായിക്കൊള്ളാത്ത കുറേ പേരുകളുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് കണ്ട് ഭംഗി ആസ്വദിച്ചിങ്ങ് ഇറങ്ങി. അടുത്ത ചടങ്ങെന്ന് പറയുന്നത് വൈൻ ടേസ്റ്റിംഗ് ആണ്. അതിന് നമ്മുടെ ടേസ്റ്റിംഗ് ഏരിയയിലേക്ക് കൊണ്ടുവന്നാണ്. ഇവിടെ കുറേ വൈൻസ് നല്ല ഭംഗിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. വൈൻസ് മാത്രമല്ല, പല ടീ ലീവ്സുകളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. ഇതാണ് ഇവരുടെ വൈൻ ടേസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. വൈറ്റ്, റെഡ്, സ്വീറ്റ് വൈൻ, അങ്ങനെ 3 തരം വൈൻസാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ടാവുക. ആൻഡ് അതിൻ്റെ സ്പെഷ്യാലിറ്റി, അതെങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പുള്ളിനെ അങ്ങനെ അകത്ത് പോയി 3 വൈനും എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഫുൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്. ഈ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ പറയുന്ന വൈനൊക്കെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഒന്ന് ഷേക്ക് ചെയ്ത് ഒന്ന് സ്മെല്ല് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്. ആൻഡ് ഈ പറയുന്ന വൈനും കഴിക്കേണ്ടതിന് ചിലത് ഫുഡിന് ശേഷം കഴിക്കുന്നുണ്ട്, ചിലത് ഫുഡിന് മുമ്പ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് പുതിയ അറിവായിരുന്നു കേട്ടോ. എൻ്റെ അറിവിലാകെ കൂടെ ഒരു സ്വീറ്റ് വൈനും ഉണ്ട്, അത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം എന്നുള്ളൊരു രീതിയായിരുന്നു എനിക്ക്. പിന്നെ ഇങ്ങനെ ഓരോ പുതിയ അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുക. ടേസ്റ്റ് ചെയ്തിട്ടും ബാക്കി രണ്ടിനെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായതും സ്വീറ്റ് വൈൻ തന്നെയാണ്. ബാക്കി രണ്ടിനും കുറച്ചും കൂടെ ഒരു ചവർപ്പ് പോലെ അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ ആൽക്കഹോളൊക്കെ കുടിക്കുന്നവർക്ക് ഇഷ്ടമാകുമായിരിക്കും. എനിക്ക് പേഴ്സണലി സ്വീറ്റ് വൈനാണ് കുറച്ചും കൂടി ഇഷ്ടമായത്. ആൻഡ് അവിടെ നിന്ന് അതെല്ലാം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു സ്വീറ്റ് വൈൻ വാങ്ങിക്കുകയും ചെയ്തു അവിടെ നിന്ന്. കാരണം ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കുടിച്ചപ്പോൾ, എനിക്ക് ഇഷ്ടമാവുകയും ചെയ്തു. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. ഗബാലയിലുള്ള ഒരു ഷൂട്ടിംഗ് ക്ലബ്ബിലാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാനുണ്ട്. അതായത് ഈ പറയുന്ന പോലെ തന്നെ ഷൂട്ടിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ആർച്ചറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്.
സോ അതെല്ലാം നാളത്തെ സ്കെഡ്യൂളിലുണ്ട്. അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. കാരണം ഇന്നിപ്പോൾ ഇത്രയും ഡ്രൈവൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് ടയേർഡാണ്. എടുത്തു പറയേണ്ട പിന്നെ ഒരു കാര്യം, നമ്മൾ പോകുന്ന വഴിക്കുള്ള ഈ 2 സൈഡിലുമുള്ള ബ്യൂട്ടിഫുൾ സീനറിയാണ്. 2 സൈഡിലും നല്ല പച്ചപ്പ് നിറഞ്ഞ മലകളാണ് കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. ക്യാമറയിൽ അത് എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ അടിപൊളിയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ ഷൂട്ടിംഗ് ക്ലബ്ബാണിത്. വലിയൊരു കോമ്പൗണ്ടിലാണ് ഇവരുടെ സ്റ്റേ വരുന്നത്. കാരണം ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണുള്ളത്. ഇവരുടെ റെസ്റ്റോറൻറ്റും ഇവിടെ തന്നെ വരുന്നുണ്ട്. നമ്മൾ ഈ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് വലിയൊരു കൊടും കാടിൻ്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ വരുന്നത്. നേരത്തെ കാണിച്ച ആ പച്ചപ്പ് എന്നൊക്കെ പറയുന്ന കൊടും കാടാണ്, അതിൻ്റെ സൈഡിൽ കൂടിയാണ് വരുന്നത്. ഈ മലമുകളിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു തണുപ്പും നല്ല രീതിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. സമ്മർ ടൈം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏകദേശം ഒരു 14-15 ഡിഗ്രി ആയിരുന്നു നമ്മൾ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. കുഞ്ഞിന് എന്തോ ഭാഗ്യത്തിന് ഞാൻ 1-2 വിൻ്റർ വെയർ എടുത്തിരുന്നതുകൊണ്ട് അവന് കഴിച്ചില്ലായി, അല്ലാന്നുണ്ടെങ്കിൽ ആകെ പെട്ടുപോയനെ. അങ്ങനെ ചെക്കിന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് വരുന്നത്. ഈ ആൽക്കഹോളിക് വെതർ എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു വെതറും ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയറും ആൻഡ് ചെറിയൊരു നല്ല ഭംഗിയുള്ള ഒരു റൂമിൻ്റെ വിൻഡോയിൽ നോക്കുമ്പോൾ ചെറിയൊരു കാടിൻ്റെ പ്രതീതിയാണെങ്കിലും സംഭവം കളറായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഇനിയിപ്പോൾ സ്റ്റേ ചെയ്ത് ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കാൻ എങ്ങോട്ടെങ്കിലും പുറത്ത് പോകണം. കാരണം വരുന്ന വഴിക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. സോ ആദ്യം റെസ്റ്റ് എടുക്കുക, പിന്നെ ഫുഡിങ്. അങ്ങനെ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴാണ് വിശപ്പിൻ്റെ വിളി വന്നത്. എന്നാൽ പിന്നെ നല്ല ഫുഡ് അടിക്കാൻ എങ്ങോട്ട് പോകാമെന്നിങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് മലയാളികളുടെ മലബാർ റെസ്റ്റോറൻറ്റ് ഇവിടെ കണ്ടത്. ലോകത്തിൻ്റെ ഏത് കോണിപ്പോയാലും പിന്നെ മലയാളികളില്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ. എന്നാൽ പിന്നെ ഇങ്ങോട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. വന്ന് കയറുമ്പോൾ നമ്മുടെ സിനിമാ നടൻ കലാഭവമണിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കേൾക്കണം. ആഹാ, എന്തൊന്നുമില്ലാത്തൊരു ആനന്ദം. ചെല്ലുമ്പോൾ മലയാളീസിന് ആരെയും കണ്ടില്ലെങ്കിലും ഇന്ത്യൻസ് കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ അകത്ത് കയറി കുറച്ച് കഴുത്തറപ്പം വിലയാണെങ്കിലും വിശപ്പിൻ്റെ വിളി അതികാഠിന്യമായതുകൊണ്ട് 2 ചിക്കൻ ബിരിയാണി ചേട്ടാ എന്നും പറഞ്ഞ് ചിക്കൻ ബിരിയാണിയും വാങ്ങിച്ച് വയറ് നിറച്ച് ഫുഡും കഴിച്ച് ഇന്നത്തെ ഡേ അങ്ങനെ ഞങ്ങളിവിടെ വൈൻഡ് ചെയ്യാണ്. അപ്പോൾ ഇനി Day 3 വീഡിയോയിൽ കാണാം. ബൈ.